Hi students, I am Abjit Gopal, your physics teacher. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ്. സോ കറണ്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറി പോയിന്റ്സിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്കാണ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് the electric current I through a given area of a conductor is the rate of flow of electric charge through the area. അതായത് ഒരു കണ്ടക്ടറിലൂടെ ഒരു പർട്ടിക്കുലർ സെക്ഷനിലൂടെ ഒഴുകുന്ന ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയിലൂടെ ഒഴുകുന്ന ചാർജ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ടൈം. ആ ഫ്ലോ ഓഫ് ടൈം ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുകളുടെ ഒഴുക്ക് എങ്ങോട്ടാണോ ആ ഡയറക്ഷൻ ആണ് കൺവെൻഷണൽ ആയിട്ട് നമ്മൾ ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇലക്ട്രോൺസ് അഥവാ നെഗറ്റീവ് ചാർജുകൾ എങ്ങോട്ടാണോ ഒഴുകുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഫോർത്ത് പോയിന്റ്, കറണ്ട് കാണാനുള്ള ബേസിക് ഇക്വേഷൻ ആണ് I ഈസ് ഈക്വൽ ടു ചാർജ് പെർ ടൈം. സോ I ഈസ് ഈക്വൽ ടു Q by T. If charge Q is in coulomb and T is in second, then I is in ampere. അതായത് കറണ്ടിന്റെ യൂണിറ്റ് കാണാൻ SI യൂണിറ്റ് കാണാൻ ചോദിക്കുകയാണെങ്കിൽ I എന്നതിന്റെ യൂണിറ്റ് ആംബിയർ ആണ്. ഐന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ, ക്യാപിറ്റൽ A. ഓക്കെ, ഇനി Q എന്ന് പറയുന്നത് കുളോം ആണെന്ന് വിചാരിക്കുക, ക്യാപിറ്റൽ C. T എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് എങ്കിൽ ഐയുടെ യൂണിറ്റ് 1 ആംബിയർ എന്ന് പറയുന്നത് 1 കൂളം പെർ സെക്കൻഡ് എന്നായിരിക്കും. സോ ദിസ് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമുക്കിനി പഠിക്കേണ്ടത് CGS യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. CGS യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് Q എന്ന് പറയുന്നത് അബ് കൂളത്തിലും അതായത് അബ്സല്യൂട്ട് കൂളത്തിലും T എന്ന് പറയുന്നത് സെക്കൻഡുമാണെങ്കിൽ I എന്ന് പറയുന്നത് അബ് കൂളം പെർ സെക്കൻഡ് എന്ന് പറയും. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? Q എന്ന് പറയുന്നത് അബ് കൂളമാണ്, T എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് എങ്കിൽ I എന്ന് പറയുന്നത് അബ് ആംബിയർ ആയിരിക്കും, അബ്സല്യൂട്ട് ആംബിയർ. This is the CGS unit or electromagnetic unit of electric current. അപ്പം കറണ്ടിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് യൂണിറ്റ് അല്ലെങ്കിൽ CGS യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് അബ് ആംബിയർ ആണ്. അങ്ങനെയാണെങ്കിൽ I is equal to Q by T എന്ന ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? 1 അബ് ആംബിയർ is equal to 1 അബ് കൂളം divided by 1 second എന്ന് പറയാം. So it is 1 അബ് കൂളം per second. ഇനി മറ്റൊരു പോയിന്റിലേക്ക് പോകാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ റിലേഷനിലേക്ക് പോകാം. 1 ആംബിയർ ഈസ് ഈക്വൽ ടു 1/10 ഇലക്ട്രോമാഗ്നറ്റിക് യൂണിറ്റ് ഓഫ് കറണ്ട് ആയിരിക്കും. 1/10 ഇലക്ട്രോമാഗ്നറ്റിക് യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ 1 ആംബിയർ ഈസ് ഈക്വൽ ടു 1/10 അബ് ആംബിയർ ആയിരിക്കും. ആറാമത്തെ പോയിന്റ്, 1 ആംബിയർ എന്ന് പറയുന്നത് 1 കൂളം പെർ സെക്കൻഡ് ആണ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 ampere is equal to 1 coulomb per second, which is equal to 6.25 into 10 raised to 18. എത്രയാണ്? 6.25 into 10 raised to 18 electrons per second ആണ്. ഓർത്ത് വെക്കുക, 1 ആംബിയർ എന്ന് പറയുന്നത് 1 കൂളം പെർ സെക്കൻഡ് ആണ്, which is equal to 6.25 into 10 raised to 18 electrons per second ആയിരിക്കും. ഇനി അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് Q എന്ന് പറയുന്നത് Ne ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് Ne divided by T. ഇതും ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കറണ്ടിന്റെ ഡിഫറെന്റ് യൂണിറ്റുകളും ഡിഫറെന്റ് ഇക്വേഷൻസും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡ്രിഫ്റ്റ് ഓഫ്
കുറച്ച് ടേംസുകൾ നമുക്ക് പറയാം, അതായത് കുറച്ച് കണ്ടീഷൻസ് പറയാം. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന ബേസിക് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ എന്ന് മാത്രമാണ് അല്ലേ. എന്നാൽ അത് മാത്രമല്ല, ഇലക്ട്രിക് കറണ്ട് ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ആണ്. അടുത്തത് ഇൻ ദ കേസ് ഓഫ് ഡിസ്ചാർജ് ട്യൂബുകളാണെങ്കിൽ ഇറ്റ് ഈസ് ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് ഇൻ ഗ്യാസ് ആണ്. അടുത്തത് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആണ്. അതിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിൽ അത് ഇലക്ട്രോൺസും പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിൽ അത് ഹോൾസുമാണ്. അപ്പം ഇത്രയും സംഭവങ്ങളുടെ ഡ്രിഫ്റ്റ് മൂലം ഇലക്ട്രിസിറ്റി എന്ന ടേം നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പഠിക്കുന്നത് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, the current I എന്ന് പറയുന്നത് it is the characteristics of a particular conductor and is a macroscopic quantity എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു വലിയ ക്വാണ്ടിറ്റിയാണ്. മാക്രോസ്കോപ്പിക് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ തന്നെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് കറണ്ട് ഡെൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ തന്നെ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. ഇത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. കറണ്ട് ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് J എന്നാണ്. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി ആയ കറണ്ട് ഡെൻസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. ഇലക്ട്രിക് കറണ്ട് ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം, ശ്രദ്ധിച്ചേ. The electric current density J at a point inside the conductor is a vector whose direction is in the direction of flow of charge. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ എന്തെന്ന് ചോദിച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അറ്റ് ദാറ്റ് പോയിന്റ് ആൻഡ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് ദ current through a unit area perpendicular to the direction of flow. ഓക്കെ, അപ്പോൾ J is equal to I by A എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. മറ്റൊരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് when the plane of the small area, ആ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ സ്മോൾ ഏരിയ എന്ന് പറയുന്നത് if it makes an angle theta with the direction of current, കറണ്ടിന്റെ ഡയറക്ഷനുമായിട്ട് ആ കണ്ടക്ടറിന്റെ ആ ചെറിയ ഏരിയ ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ I എന്ന് അല്ലെങ്കിൽ J എന്ന് പറയുന്നത് I by A എന്നുള്ളത് മാറി നമ്മുടെ ഇക്വേഷൻ പ്രകാരം J is equal to I by A cos theta എന്ന് വരും. അതിൽ നിന്നും I is equal to JA cos theta എന്ന് നമുക്കറിയാം A B cos theta എന്ന് പറയുന്നത് A dot B ആണ്. സോ I നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, J dot A ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് I എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനെ സ്കെയിലാർ ഫോമിൽ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സ്കെയിലാർ പ്രൊഡക്റ്റ് ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, I ഈസ് ഈക്വൽ ടു വെക്ടർ J ഡോട്ട് വെക്ടർ A എന്നും നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. ഇനി കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് MK സിസ്റ്റത്തിൽ ആംബിയർ പെർ മീറ്റർ സ്ക്വയറും CGS ഇലക്ട്രോമാഗ്നറ്റിക് സിസ്റ്റത്തിലാണെങ്കിൽ ഇറ്റ് ഈസ് അബ് ആംബിയർ പെർ സെന്റിമീറ്റർ സ്ക്വയറും ആണ്. അടുത്തതായി കറണ്ടിനെ എങ്ങനെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായി ബന്ധപ്പെടുത്തി എഴുതാം എന്നുള്ളതാണ്. അതിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. I ഈസ് ഈക്വൽ ടു N ഇൻറ്റു E ഇൻറ്റു A ഇൻറ്റു VD. ഈ VD എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അത് നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്കതിനെ എഴുതാം. അതായത് I ഈസ് ഈക്വൽ ടു N ഇൻറ്റു E ഇൻറ്റു A ഇൻറ്റു VD എന്നാണ് നേരത്തെ കാണിച്ചത്. അതിന് പകരം നമുക്ക് I ഈസ് ഈക്വൽ ടു A VEN അവൻ എന്ന് ഓർത്തിരുന്നാൽ മതി. വേർ V ഈസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ I ഓർക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം. I ഈസ് ഈക്വൽ ടു അവൻ എന്ന് ഓർത്തു കഴിഞ്ഞാൽ കറണ്ടിനെ ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായി ബന്ധപ്പെടുത്തുന്ന ഇക്വേഷൻസ് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കറിയാം കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്നത് I by A ആണ് അല്ലേ. അപ്പൊ ആ I by A എടുക്കുമ്പോൾ J is equal to I by A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ A ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് അവൻ ക്യാൻസൽ ഡിവൈഡഡ് ബൈ A which is equal to when എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, J is equal നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, when എന്നും റെപ്രസെന്റ് ചെയ്യാം. സാധാരണഗതിയിൽ പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁻⁴ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്തത് റെസിസ്റ്റൻസ് ആൻഡ് കണ്ടക്ടൻസ് എന്ന് പറയുന്ന ഹെഡിങ് ആണ്.
എന്താണ് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആർ ഓഫ് എ ഗിവൺ കണ്ടക്ടർ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ശ്രദ്ധിക്കുക, അറ്റ് റെസിസ്റ്റൻസ് ആർ ഓഫ് എ ഗിവൺ കണ്ടക്ടർ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ആ രണ്ട് കണ്ടീഷൻസും വെച്ചുകൊണ്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ എ. അങ്ങനെയാണെങ്കിൽ ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് നമുക്ക് പറയാം, വിച്ച് ഈസ് ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. ഇതിൽ റോ എന്ന് പറയുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ആണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ആറ് എന്ന് പറയുന്നത് ലെങ്തിനെയും ഏരിയയും ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നേച്ചർ ആൻഡ് ഡയമെൻഷൻസ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. എന്നാൽ റോ എന്ന് പറയുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മളത് വരുന്ന വഴിക്ക് പറയാം. അടുത്തത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് MKS സിസ്റ്റത്തിനാണെങ്കിൽ അത് ഓം ആണ്. വൈൽ CGS ഇലക്ട്രോ മാഗ്നറ്റിക് സിസ്റ്റത്തിൽ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അബ് ഓം ആണ്, അബ്സല്യൂട്ട് ഓം ആണ്. ഒരു ഓം എന്ന് പറയുന്നത് 1 ohm is equal to 10⁹ അബ് ഓം ആണ്. ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടെമ്പറേച്ചർ ആൻഡ് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ കണ്ടക്ടറിന്റെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഡയമെൻഷൻസ് ഓഫ് ദി കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ ലെങ്തിനെയോ ഏരിയയോ അങ്ങനെയുള്ള സാധനങ്ങളെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, റോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ആ മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് MKS സിസ്റ്റത്തിലാണെങ്കിൽ, അതായത് MKS സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനെ മോഡിഫൈ ചെയ്താണ് നമ്മൾ SI ആക്കി മാറ്റുന്നത്, അത് ഓം ഇൻറ്റു മീറ്റർ ആണ്, ഓം മീറ്റർ എന്നാണ്. എന്നാൽ CGS ഇലക്ട്രോ മാഗ്നറ്റിക് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ അത് അബ് ഓം ഇൻറ്റു സെന്റിമീറ്റർ എന്നാണ്. ഇനി നമ്മൾ അടുത്തൊരു ടേം പഠിക്കുന്നതാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. The conductance is G. അപ്പോൾ കണ്ടക്ടൻസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്ത ലെറ്റർ ആണ് ക്യാപിറ്റൽ G. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. G is equal to 1/R എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദ യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ്, കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓമിനെ തിരിച്ചിടുന്നതാണ്. അപ്പോൾ OHM തിരിച്ചു വായിക്കുമ്പോൾ MHO, മോ എന്നാണ് വായിക്കുന്നത്. സീരീസിൽ അത് അബ് മോ എന്നാണ്. അതേസമയം SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സീമൻ ആണ്, SIEMEN ആണ്. സീമൻ ആണ് SI യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഒരു സീമൻ എന്ന് പറയുന്നത് 1 മോയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10⁻⁻⁹ അബ് മോയാണ്. ഈ കൺവേർഷൻ ഓർത്തിരിക്കുക. അടുത്തത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. Electrical conductivity of a material is defined as the reciprocal of the resistivity. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ, അല്ലെങ്കിൽ എങ്ങനെ പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു L/RA എന്ന് പറയാം. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്ററിന്റെ ഇൻവേഴ്സ് ആണ്, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, മോ പെർ മീറ്റർ എന്ന് പറയാം, മോ പെർ മീറ്റർ. ഓക്കെ, next heading, Ohm's law. If the physical conditions such as temperature, material and dimensions of a conductor remains constant. ഓർക്കുക, ടെമ്പറേച്ചർ, മെറ്റീരിയൽ, ആ കണ്ടക്ടറിന്റെ ഡയമെൻഷൻസ്, ഇവ ഇത്രയും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് എങ്കിൽ the current between 2 points in a conductor is proportional to the potential difference between these 2 points എന്ന് പറയാം. അതായത് നമുക്ക് എന്ത് പറയാം, I proportional to V എന്ന് പറയാം. ഓക്കെ, എപ്പോൾ മാത്രമാണ് ടെമ്പറേച്ചർ, മെറ്റീരിയൽ, ആ കണ്ടക്ടറിന്റെ ഡയമെൻഷൻസ് ഇത് മൂന്നും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് I proportional to V എന്ന് പറയുന്നത്. ഈ റിലേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഓംസ് ലോ എന്ന് പറയുന്നത്. എങ്കിൽ V/I എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R, where the constant of proportionality R is known as resistance of the conductor. ഇനി
നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓം ആണ്. ഇഫ് എപ്പോൾ I ആംപിയറിലും V വോൾട്ടിലും ആകുമ്പോൾ the conductors which obey Ohm's law are called ohmic conductors. ഓർത്ത് വെക്കുക, Ohm's law obey ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ohmic conductors എന്ന് പറയുന്നത്. അതേപോലെ ഫോർ ഓമിക് കണ്ടക്ടേഴ്സ്, അതായത് മെറ്റൽസും അലോയ്സുമാണ് എന്തെന്ന് പറയുന്നത് ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ദ ഗ്രാഫ് ബിറ്റ്വീൻ കറന്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ VI ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. The conductors which do not obey Ohm's law are known as non-ohmic conductors. Ohm's law obey ചെയ്യാത്ത കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ നോൺ ഓമിക് കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് എന്താണ്, നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ആണ്. PN ജംഗ്ഷൻ ഡയോഡ്സ്, ഡയോഡ് വാൽവുകൾ, ഇവയൊക്കെ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ആണ്. ഇവയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കത്തില്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കത്തില്ല. നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന ചാപ്റ്ററിൽ ഗ്രാഫ് പഠിക്കുന്നുണ്ട്. ആ ഗ്രാഫ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്, ഫോർവേഡ് വോൾട്ടേജ്, റിവേഴ്സ് വോൾട്ടേജ് I, ഇവിടെ I, അപ്പൊ ഇവിടെ നമ്മൾ മില്ലി ആംപിയർ, ഇവിടെ മൈക്രോ ആംപിയർ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഗ്രാഫ് ഏകദേശം ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ഈ ഗ്രാഫ് ഒരു ലീനിയർ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡൈനാമിക് ആയിരിക്കും, ഡൈനാമിക് റെസിസ്റ്റൻസ് ആയിരിക്കും. ആ ഡൈനാമിക് റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ ആണ് ഡെൽറ്റ V ഡിവൈഡഡ് ബൈ ഡെൽറ്റ I. അപ്പൊ ഇതും ഒന്ന് ഓർത്ത് വെക്കുക. Next heading, variation of resistance with the temperature. The variation of resistance with the temperature is approximately given by the linear equation or linear relation RT is equal to R0 into 1 plus alpha T, where alpha is the temperature coefficient of resistance. ഇതിൽ ഒന്നാമത്തെ പോയിന്റ്, ആൽഫ ഹാസ് ദ യൂണിറ്റ് per degree Celsius or per Kelvin. For many pure metals, the value of alpha is 1/273 per degree Celsius. At a temperature T1, RT is equal to R0 into 1 plus alpha T1. At a temperature T2, R2 is equal to R0 into 1 plus alpha T2. Combining this equation, we get alpha as R2 minus R1 divided by R1 into T2 minus R2 into T1 per degree Celsius. നമ്മൾ ആൽഫയുടെ വാല്യൂ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൽഫ ഈസ് പോസിറ്റീവ് ഫോർ കണ്ടക്ടേഴ്സ്, alpha is negative for semiconductors and electrolytes, alpha is 0 for superconductors, that is resistance of a superconductor is also 0. അപ്പോൾ ഈ ആൽഫയുടെ വാല്യൂസ് ഒന്ന് ഓർത്ത് വെക്കുക. ആൽഫ ഈസ് പോസിറ്റീവ് ഫോർ കണ്ടക്ടേഴ്സ്, ആൽഫ ഈസ് നെഗറ്റീവ് ഫോർ സെമികണ്ടക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്, ആൽഫ ഈസ് ആൻഡ് ഓൾസോ ഇലക്ട്രോലൈറ്റ്സ് മാത്രമല്ല കാർബൺ, മൈക്ക ആൻഡ് ഇന്ത്യൻ റബ്ബർ, ഇതിലെല്ലാം ആൽഫയുടെ വാല്യൂ എന്താണ്, നെഗറ്റീവ് ആണ്. എന്താണ് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആൽഫയുടെ വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു. ആൽഫയുടെ വാല്യൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു. ഓക്കെ, ഇനി റെസിസ്റ്റൻസിന്റെ വാല്യൂവുമായി ബന്ധപ്പെട്ട് വേരിയേഷനുമായി ബന്ധപ്പെട്ട മറ്റു ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് പറയുന്നത്. Resistance of bismuth wire increases when placed in a magnetic field. നമ്മൾ ഡയാമാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ അടുത്ത ചാപ്റ്ററിൽ. അപ്പോൾ ആ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കും എന്താണ് ബിസ്മത്ത് എന്നുള്ളത്. ആ ബിസ്മത്തിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. ബിസ്മത്തിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കൂടുന്നു എന്ന്. നെക്സ്റ്റ് പോയിന്റ്, റെസിസ്റ്റൻസ് ഓഫ് കാർബൺ ഗ്രാന്യൂൾസ് decreases when pressure is increased. അതായത് ഇതിന് കാർബൺ പൊടി ആയിട്ടുള്ളതിന്റെ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡിക്രീസ് ചെയ്യുന്നു.
റെസിസ്റ്റൻസ് ഓഫ് എ സെമി കണ്ടക്ടർ ഡിക്രീസസ് വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ഇറ്റ്. അതായത് E is equal to h nu എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഒരു ലൈറ്റ് എനർജി വന്ന് ഇതിൽ വീഴുകയാണ് എന്നുണ്ടെങ്കിൽ സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കുറയുന്നു. ദാറ്റ് മീൻസ് സെമി കണ്ടക്ടർ ബിക്കംസ് കണ്ടക്റ്റീവ്. ഓക്കെ, അടുത്തത് റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഡിക്രീസസ് വെൻ ഡോപ്ഡ് വിത്ത് എ ട്രൈവാലന്റ് ഓർ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിൽ സെമി കണ്ടക്ടറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡോപ്പിംഗ് എന്ന പ്രോസസ്സിന് ശേഷം എന്ത് ചെയ്യുന്നു, കുറയുകയും അങ്ങനെ അതിന്റെ കണ്ടക്ടിവിറ്റി കൂടുകയും ചെയ്യുന്നു. അടുത്തത് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് അലോയ്സ് ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. അതായത് അലോയ്സിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് അഥവാ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുന്നുണ്ട്. പക്ഷേ ദിസ് ഇൻക്രീസ് ഈസ് മച്ച് സ്മോളർ വെൻ കമ്പയർഡ് ടു പ്യുവർ മെറ്റൽസ്. പ്യുവർ മെറ്റൽസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഇൻക്രീസ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് കോൺസ്റ്റാന്റിൻ, മാംഗനീൻ എന്ന് പറയുന്ന അലോയ്സിനെ നമ്മൾ റെസിസ്റ്റൻസ് കോയിൽസ് നിർമ്മിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ റെസിസ്റ്റൻസസ് ഇൻ സീരീസ് ആണ് പറയുന്നത്. In series combination, resistance are connected end to end in succession. അതായത് അടുപ്പിച്ചടുപ്പിച്ച് അവയുടെ ഒരു എൻഡുകൾ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോമ്പിനേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിസ്റ്റൻസസ് ഇൻ സീരീസ് എന്ന് പറയുന്നത്. ദ എഫക്റ്റീവ് ഓർ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസുകളെ എല്ലാം കൂടി കൂട്ടുക. അപ്പോൾ R is equal to R1 plus R2 plus R3 plus etc. എന്ന് പറയാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദ കറണ്ട് ഈസ് സെയിം ഇൻ എവറി പാർട്ട് ഓഫ് ദ സർക്യൂട്ട്. അതായത് ഒരു സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. നമ്മൾ ഓർക്കുക SCC എന്ന് ഓർക്കുക. SCC ഫോർ S ഫോർ സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് കോൺസ്റ്റന്റ് എന്ന് ഓർക്കുക. സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ കറണ്ട് കോൺസ്റ്റന്റ് ആയാൽ മറ്റേ ക്വാണ്ടിറ്റി അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേരി ചെയ്യും. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V അക്രോസ് ദ കോമ്പിനേഷൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഡിഫറൻസസ് അക്രോസ് ഡിഫറെന്റ് റെസിസ്റ്റൻസ്. അപ്പോൾ V ഈസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മുടെ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് എല്ലാ കോമ്പിനേഷനിലൂടെ ഒഴുകുന്ന കറണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി ഡിഫറെന്റ്. അപ്പോൾ V1 V2 V3 എന്ന് പറയാം. ടോട്ടൽ V എന്ന് പറയുന്നത് V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. സോ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡിവൈഡഡ് എമംഗ് ദ റെസിസ്റ്റൻസസ് ഡയറക്ട്ലി ഇൻ ദ റേഷ്യോ. എങ്ങനെയാണെന്ന് വെച്ചാൽ V1 പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഈസ് V1 ഈസ് ടു V2 ഈസ് ടു V3 എങ്ങനെയാണെന്ന് വെച്ചാൽ R1 ഈസ് ടു R2 ഈസ് ടു R3 എന്ന ഫോർമുലാണ് കറസ്പോണ്ടിങ്. കാരണം I കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ റെസിസ്റ്റൻസുകൾക്ക് അനുസരിച്ചാണ് വോൾട്ടേജ് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്ത് മാറുന്നത്. റെസിസ്റ്റൻസസ് ഇൻ പാരലൽ. In parallel combination of resistances, one end of each resistance is connected at one point and the other end of each of them is connected to another point. അതായത് പരസ്പരം രണ്ട് എൻഡുകൾ എന്ത് ചെയ്തിരിക്കും, കണക്ട് ചെയ്ത് പോകുന്ന കോമ്പിനേഷനെയാണ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ദ എഫക്റ്റീവ് ഓർ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/R is equal to 1/R1 plus 1/R2 plus 1/R3 etc. എന്നായിരിക്കും. The current is different in different resistances. അതായത് ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷേ വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ കറണ്ടിന് ഈച്ച് സെക്ഷൻ കാണാനായിട്ട് I is equal to I1 plus I2 plus I3 എന്ന് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അതായത് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസുകളുടെ എല്ലാം ഒരു കോമൺ എൻഡിൽ, അവയുടെ എൻഡുകൾ ഒരു കോമൺ എൻഡുമായിട്ട് കണക്ട് ചെയ്തതിനു ശേഷം നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട കോഡ് PVC എന്നാണ്. അതായത് പാരലൽ വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ I എന്ന് പറയുന്ന കറണ്ട് ഇവിടെ വന്നാൽ ഇതിലെ കൂടെ I1, ഇതിലെ കൂടെ I2, ഇതിലെ കൂടെ I3 എന്നായിരിക്കും. ഓക്കെ, so total current will be I is equal to I1 plus I2 plus I3 ആയിരിക്കും. ബട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് V തന്നെ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി സെയിം ബട്ട് കറന്റ് വിൽ ബി ഡിഫറെന്റ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഇഫ് R1 and R2 are two resistances connected in parallel having currents I1 and I2 flowing in them, then I1 is equal to R2 by R1 plus R2 into I, and I2 is equal to R1 by R1 plus R2 into I, where I is the total current flowing in the two branches. Okay, അതായത് രണ്ട് റെസിസ്റ്റൻസുകളെ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്യുന്നു. R1 R2 ഇതിലെ കൂടെ അപ്ലൈ ചെയ്യുന്ന കറണ്ട് I ആണ്. ആ ടോട്ടൽ കറണ്ട് രണ്ട് ബ്രാഞ്ച് ആകുന്നു, I1 ഉം I2 മായി മാറുന്നുവെങ്കിൽ ആ I1 കാണാനുള്ള ഇക്വേഷൻ ആണ് I1 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് R2 ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ഇൻറ്റു ടോട്ടൽ കറണ്ട്. Okay, then I2 is equal to opposite branchile I2 ൽ opposite ആയിട്ടുള്ള ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് R1 divided by total resistance into total current. So this is the equation. അപ്പോൾ നമുക്ക് എന്ത് പറയാം? In parallel combination of resistances, currents are shared in the inverse ratio of resistances. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ +1 +2 ക്ലാസ്സുകളുടെ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.